ഇതിപ്പോ ഇന്ന് BJP ഇത് വലിയ തോതിൽ ആയുധമായി തന്നെ എടുക്കുന്നു. രാഷ്ട്രീയമായി വീണ് കിട്ടുന്ന ഒരു വലിയ അവസരമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ. അതായത് ആരോപണങ്ങൾ പുറത്തു നിന്ന് ഉന്നയിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരാളുടെ, ഇപ്പൊ നമുക്കറിയാം PV അൻവറിന്റെ വിവാദം വലിയ തോതിൽ ഉണ്ടായപ്പോൾ എല്ലാവരും ചോദിച്ചെന്താണ്, നിങ്ങൾ ഇത്രയും കാലം കൊണ്ടു നടന്ന ആളല്ലേ, അദ്ദേഹം വിളിച്ചു പറയുന്നതിന് അതുകൊണ്ട് തന്നെ സത്യസന്ധതയില്ലേ, നിങ്ങൾക്ക് തള്ളിപ്പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. ഇത് PV അൻവർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രൻ എന്ന നിലയ്ക്കെങ്കിലും പരിഗണിക്കാം. പക്ഷേ ഇദ്ദേഹം ഉന്നയിക്കുന്ന അതിനേക്കാൾ ഗൗരവതരമായ ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന്, പാർട്ടിയുടെ മുഴുവൻ സംഘടനാ സംവിധാനത്തിലൂടെയും വളർന്നു വന്ന ഒരു യുവ നേതാവ് എന്നതുകൂടിയാണ്. ഒരു യുവ നേതാവ് ഈ പാർട്ടിയുടെ മുൻഗാമികളെ, അദ്ദേഹത്തിന് മുൻപേ നടന്ന രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഇത് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പലരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അവർക്കൊക്കെ ബോധ്യമുള്ളതും പരസ്പരം പറയുന്നതുമായ ഒരഭിപ്രായമായി പാർട്ടിക്കുള്ളിലുണ്ട് എന്നതിന്റെ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ BJP ഇതിനു മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ, കോൺഗ്രസ് ഇതിനു മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഇപ്പോ തൃശ്ശൂരിലെ പാർട്ടിക്ക് ഇത് എത്ര എളുപ്പമായിരിക്കും എന്നാണ് BJP കരുതുന്നത്? മാധു, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞങ്ങൾ ആരോപിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് മാത്രം നിൽക്കുന്നില്ല. അതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു തന്നതിൻ്റെ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് BJP ആരോപിച്ചു എന്നുള്ളത് കൊണ്ടോ ഞങ്ങൾ അതിനെതിരെ സമരം ചെയ്തതെന്നത് മാത്രമൊന്നും അല്ല. അത് ഇവർക്ക് ഞങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പാർട്ടിക്കുള്ളിൽ നിന്നും അതും ഒരു യുവജന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആ തൃശ്ശൂർ ജില്ലയിലെ ഒരാൾ തന്നെ ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുമ്പോൾ ഏതെങ്കിലും ഇതര രാഷ്ട്രീയ കക്ഷികളാണ് പറയുന്നതെങ്കിൽ ഇവർക്ക് ആരോപണം എന്ന് പറഞ്ഞിട്ട് അതിനെ വേണമെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് പാർട്ടിക്കുള്ളിലെ ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലാണെന്ന്. ആ വെളിപ്പെടുത്തലിന് എതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവർ ഇതിനു മുമ്പ് ചെയ്തത് പോലെയുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള വിശദീകരണ യോഗങ്ങൾ കൊണ്ടൊന്നും ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ DYFIയുടെ നേതാവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം, അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികളിലൂടെ മുമ്പോട്ട് പോയിട്ടുണ്ടാവും. ഇവർക്കിത് ആശയപരമായി തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതെങ്കിലുമൊക്കെ ആളുകളിൽ എന്തെങ്കിലുമൊക്കെ ഈ പാർട്ടിക്കകത്ത് ഒന്ന് നേരെ മുന്നോട്ട് പോകണം എന്നുള്ളവരുണ്ടെങ്കിൽ ആ ആളുകൾക്ക് ആശയപരമായിട്ടുള്ളൊരു പ്രശ്നം കൂടിയാണെന്നത്. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഇവർ സാധാരണ കുറിച്ചിട്ട് പറയും, പാവപ്പെട്ടവരെ കുറിച്ചിട്ട് പറയും, ജനാധിപത്യത്തെ കുറിച്ചിട്ട് വാചാലരാകും. ഇവരുടെ കൊടിയിൽ ജനാധിപത്യത്തെ കുറിച്ചിട്ട് വളരെ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെക്കുകയും, പക്ഷേ ഇവർക്ക് അധികാരം കിട്ടുമ്പോൾ ഇവർ ഏറ്റവും വലിയ ജനാധിപത്യത്തിന് ധ്വംസകരാവുകയും ചെയ്യുന്നു. ഇവർ ഫാസിസത്തിനെതിരെ വലിയ വായിൽ വർത്തമാനങ്ങൾ പറയും, പക്ഷേ അധികാരം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ ഇവരായിട്ട് മാറുമെന്ന്. ഇവർ സാധാരണക്കാരെ കുറിച്ചിട്ട്, പാവപ്പെട്ടവരെ കുറിച്ചിട്ട് ഏറ്റവും വലിയ രീതിയിൽ മയക്കി കെട്ടി സംസാരിക്കുകയും ചെയ്യും. പക്ഷേ അതേ സമയത്ത് തന്നെ അധികാരം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരെ നോക്കുക പോലും ചെയ്യാതെ മുഴുവൻ കൂപ്പറിൽ നടക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വട്ടം മുഴുവനും അതിനുശേഷം ഇങ്ങോട്ടുമെല്ലാം കരുവന്നൂര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്വാഭാവികമായും തൃശ്ശൂരിലെ വിജയത്തിന് നിങ്ങൾ തന്നെ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് മറ്റെല്ലാത്തിനും അപ്പുറത്ത് കരുവന്നൂരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വീണ്ടും ഈ പറയുന്ന സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണം പാർട്ടിക്ക് നേരെ ഉണ്ടാവുകയാണ്, പാർട്ടിയുടെ നേതാക്കൾക്ക് നേരെ ഉണ്ടാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നല്ലേ ആരോപണം ഉണ്ടായതെന്ന് ചോദ്യം കൂടി ഉണ്ടാവുകയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നതും. അതായത് ഇപ്പോൾ ഈ CPM-ൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായിട്ടുള്ളത്. ഇതിനെ എങ്ങനെ ഇവർ നേരിടാൻ വേണ്ടിയിട്ട് പോവാണ്? ഇതിന് എന്ത് മറുപടിയാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്? ഇവിടെ CPM ചെയ്യേണ്ടത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. വിശദീകരണ യോഗങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു MLA ഉൾപ്പെടെയുള്ള ആൾക്കെതിരെ പറഞ്ഞിട്ടുള്ളത്, ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിക്കുള്ളിലെ ആളായതുകൊണ്ട് തന്നെ ജനങ്ങളോട് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിച്ചോടലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കലല്ല, ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി തയ്യാറാവണം. ഇതിനെ സ്ഥിരം പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത് പോലെ ചിരിച്ചു തള്ളുന്നതിനപ്പുറത്തേക്ക്, രാഷ്ട്രീയ ആരോപണമാണെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, അതിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശരിവെക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് എന്താണോ ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരുന്നത്, അതിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.